ചങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയായ വാണിയംകുളം ചന്തയിലാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ആയിരക്കണക്കിന് കന്നുകാലികളാണ് ഇവിടെ ഓരോ ആഴ്ചയിലും എത്താറുള്ളത്. ഏകദേശം 60, 65, 70 ലോഡോളം കന്നുകാലികൾ ഒരു ദിവസം ഇവിടെ ചന്തയിൽ എത്താറുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഒരു ദിവസം ഇവിടെ ചന്തയിൽ നടക്കുന്നത്. ഒരുപാട് കന്നുകാലികൾ ഈ ആഴ്ചയിലും ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആഴ്ച ചന്തയിൽ എത്തിയിട്ടുള്ള പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി മറ്റ് കന്നുകാലികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പെരുന്നാളിന് മുന്നോടിയായിട്ട് ഇനി പെരുന്നാളിന് 2-3 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചന്തയിൽ ഒരുപാട് കന്നുകാലികൾ എത്തിയിട്ടുണ്ട്. നാടൻ പോത്തുകളെ മാത്രം ചന്തയുടെ ഓപ്പോസിറ്റ് ഒരു പറമ്പിൽ, ആ ചെറുവണ്ടികളൊക്കെ നിൽക്കുന്ന ആ പറമ്പിലാണ് നാടൻ പോത്തുകളെ വിൽക്കുന്ന ഏരിയ. മറ്റ് കന്നുകാലികളെ അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ മാത്രമാണ് ഇവിടെ ഈ ഭാഗത്ത് വിൽക്കുന്നത്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള മോരികളെയും കാളകളെയും ഒക്കെ ഇവിടെ ഈ ഭാഗത്ത് മാറ്റി വിൽക്കുന്നുണ്ട്. പോത്തുകളെ മാത്രം ഓപ്പോസിറ്റ് ആ പറമ്പിലാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തൂട്ടികളാണ്, ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള വളർത്തൂട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തൂട്ടികളൊക്കെ ഏകദേശം 14,000 രൂപ മുതൽ 20,000 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. വളരെ ചെറിയ കുട്ടികളാണ്. 14 രൂപ മുതൽ 20 രൂപ വരെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോരോ വിലകളാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ആന്ധ്രാക്കാള എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഓങ്കോളിൻ്റെ ഒക്കെ ക്രോസ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ചന്തയിൽ ആന്ധ്രാക്കാള എന്നാണ് പറയാറുള്ളത്. ഈ കാണുന്ന കാളയ്ക്ക് ഏകദേശം 60 രൂപ 65 രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിലൊരു 40-45 മാക്സിമം കൊടുക്കാനുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ആന്ധ്ര ബ്രീഡപ്പെട്ടിട്ടുള്ള കുറച്ച് കാളകൾ തന്നെയാണ് ഇവിടെ ഈ ഭാഗത്ത് നിരത്തി കെട്ടിയിട്ടുള്ളത്. എല്ലാം മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ കാളകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള, നന്നായിട്ട് മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്ക് അവർ ചോദിക്കുന്ന വില 75,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്ക് വില ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള, നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകളാണ്. ഏകദേശം 200 കിലോ മുതൽ 250-300 കിലോ വരെയൊക്കെ മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകളൊക്കെ ആ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇനിയും കാളകളെ വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് ലോറികളിലായിട്ട് കന്നുകാലികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചന്തയിലേക്ക്. ഇവിടെ ഈ ഭാഗത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാളകളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിവിധ തരം ഇനത്തിൽപ്പെട്ടിട്ടുള്ള കാളകളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കൂടുതലായിട്ടും ഏകദേശം ഒരു 45,000 രൂപ മുതൽ 70,000 രൂപ വരെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകളാണ്. അവർ ചോദിക്കുന്ന വിലകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അവർ ചോദിക്കുന്ന വില കൊടുത്തിട്ട് എന്തായാലും കന്നുകളെ എടുക്കേണ്ടി വരില്ല. നമ്മുടെ നോട്ടത്തിന് എത്രയാണോ മതിപ്പ് വില വെച്ചാൽ ആ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കുക. അവർക്ക് തരാൻ തയ്യാറാണെങ്കിൽ അവർ തരും. മുതലാവുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ തരും. ചന്തയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട്. 350 രൂപ മുതൽ 400-420 രൂപ വരെയൊക്കെ മീറ്റിൻ്റെ ലെവൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ചന്തയിൽ വില പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യം പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ വില കൂടുതലാണ്. 400-420 റേഞ്ചൊക്കെ അവർ വില പറയുന്നുണ്ട്. എല്ലാം ഉളുഹിയത്തിന് പറ്റിയ രീതിയിലുള്ള 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള വലിയ കാളകളാണ്. ഒരുപാട് പാർട്ടിക്കാർ, പള്ളി കമ്മിറ്റിക്കാർ, അതേപോലെ ഉളുഹിയത്ത് ബലികർമ്മങ്ങൾക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും ഇവിടെ നിന്നാണ് കന്നുകാലികളെ കയറ്റിക്കൊണ്ടു പോകുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ വരുന്ന ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത. ഇവിടെ വന്നിട്ടാണ് മറ്റ് ജില്ലകളിലേക്ക് കന്നുകാലികൾ കൂടുതലും കയറി പോകാറുള്ളത്. ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ തന്നെയാണ് ഇവിടുന്ന് ഇടപാട് നടത്തി കൊണ്ടുപോകാറുള്ളത്. അക്കൂട്ടത്തു നിന്ന് ഒരു കന്നിനെ ഇവിടെ മാറ്റി പിടിച്ചിട്ട് ഒരു ടീം ബാർഗൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വളർന്നിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള ഒരു കാളയാണ് ആ കാണുന്നത്. ആ കാണുന്ന കാളക്കൊക്കെ 75 രൂപ 80 രൂപ റേഞ്ചൊക്കെ ഒരു വില ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 55-60 ആ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കച്ചവടം കഴിഞ്ഞിട്ടില്ല, ബാർഗൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാങ്കേയം ബ്രീഡപ്പെട്ടത്, കാങ്കേയത്തിൻ്റെ ക്രോസ് ബ്രീഡ്, അതേപോലെ പുലികുളം ബ്രീഡപ്പെട്ടത്,
അത് ജല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രീഡ്, ആ ബ്രീഡപ്പെട്ടുള്ള കാളകളൊക്കെയാണ് കൂടുതലായിട്ടും ആ കൂട്ടത്തിൽ കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ രാവിലെ നേരത്തെ ചന്തയിൽ നിന്നും മേടിച്ച് കെട്ടിയിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ മേടിച്ച് കെട്ടിയിട്ടുള്ള ഭാഗമാണ്. നാടൻ കന്നുകളാണ്. ചില ആളുകൾ ഇതേപോലെയുള്ള നാടൻ കന്നുകളെ മാത്രം വാങ്ങിയിട്ട് മറിച്ച് വിൽക്കുന്ന ആളുകളുണ്ട്. അവർ മറിച്ച് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണോ അതോ ഇനി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ മേടിച്ച് കെട്ടിയതാണോ എന്നറിയില്ല. ഇവിടെ കെട്ടിയ ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോന്നിനെ വീഡിയോ എടുക്കുകയാണ്. ഇതിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു 25,000 രൂപ മുതൽ 50-55 രൂപ വരെയൊക്കെ വില കൊടുത്തിട്ട് വാങ്ങി കെട്ടിയിട്ടുള്ള കന്നുകളായിരിക്കും. അത്രയും വലുപ്പമുള്ള കാളകളും മൂരികളൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ആ കറുപ്പ് മൂരൊന്നും ഒതുങ്ങി നിൽക്കുന്നേയില്ല, ഇപ്പോൾ കയറൊക്കെ പൊട്ടിച്ചിട്ട് പോകുന്നതാണ് തോന്നുന്നത്. നാടൻ കന്നുകളെയൊക്കെ അടക്കി പിടിച്ച് നിർത്താൻ അല്ലെങ്കിൽ ഒതുക്കി പിടിച്ച് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചന്തയിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കഴുത്തിൽ കയറുണ്ടാവും. അഴിച്ചുവിട്ട് വളർത്തുന്ന കന്നുകാലികളായിരിക്കും. നാടൻ കന്നുകളെ മെരുക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറച്ചിക്കാനുണ്ടാവും. വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല, എങ്കിലും നല്ല തിക്കുള്ള ഇറച്ചിയായിരിക്കും. ഇറച്ചിക്കാനുണ്ടാവും നാടൻ ബ്രീഡപ്പെട്ടുള്ള അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികൾക്ക്. അന്യ സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന കന്നുകൾ വലിപ്പം ഉണ്ടാവും, പക്ഷേ നാടൻ ബ്രീഡിൻ്റെ അത്ര ഇറച്ചിക്കാനുണ്ടാവില്ല. ഇവിടെ ഒരു പശുവിനെ കൊണ്ടുപോകുന്നുണ്ട്, മേടിച്ചിട്ട് കൊണ്ടുപോകാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തായാലും 200 കിലോ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഫ്രണ്ടിൽ പോയിട്ടുള്ള പശു കറവ പറ്റിയിട്ടുള്ളൊരു പശുവാണ്. നല്ല രീതിയിൽ മീറ്റുള്ള വലിയൊരു പശുവാണ്. അതേപോലെ തന്നെ തൊട്ട് പിറകിലായിട്ട് ഒരു പശുവിനെയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. ചന്തയിൽ നിന്നും മേടിച്ചിട്ട് കൊണ്ടുപോകുകയാണ്. ഒരു കച്ചവടക്കാരാണ്, മറിച്ച് വിൽക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിലയും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ നാടൻ കന്നുകളെ മാത്രം വിൽക്കുന്നൊരു ഏരിയയാണ്. നാടൻ കാളകൾ, മൂരികൾ, പശുക്കളെ മാത്രം വിൽക്കുന്നൊരു ഏരിയയാണ്. ഇവിടെ ഈ ഭാഗത്ത് ധാരാളം നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള മൂരികളെയും കാളകളെയൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ കന്നുകളെയൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. ഏകദേശം 65,000 രൂപ 70,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന വലിയ മൂരികളും ചെറിയ മൂരികൾക്ക് ആ കൊണ്ടുപോകുന്ന കറുപ്പ് മൂരിക്കൊക്കെ ഏകദേശം ഒരു 50 രൂപ 48 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഓരോരോ കന്നുകാലികൾ ഓരോരോ വിലകളാണ് അവർ പറയുന്നത്. കൂട്ടത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വിലകൾ എടുത്ത് പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇവിടെ 2 കാളക്കുട്ടികളെ പിടിച്ചിട്ടുണ്ട്. 22 രൂപ 25 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകൾ പറയുന്നുണ്ട്. കച്ചവടക്കാരോട് ഓരോരോ വില പറയും, അതേപോലെ പാർട്ടിക്കാരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കയറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടൊരു വില പറയാത്തത്. 22 മുതൽ 25 രൂപ വരെയൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. ബാർഗൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപയുടെ താഴെ ഓരോരോ കന്നുകൾക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു കറുപ്പ് മൂരിനെ കെട്ടിയിട്ടുണ്ട്. ഇതും നാടൻ മൂരി തന്നെയാണ്. ആ കാണുന്ന മൂരിക്കൊക്കെ 35 രൂപ 38 രൂപ ആ തോതിൽ വില ചോദിക്കുന്നുണ്ട്. പെരുന്നാളല്ല എങ്കിൽ 30 രൂപയുടെ താഴെ ഒരു 28, 25 ആ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് എന്ത് വില കൊടുക്കേണ്ടി വരുന്നറിയില്ല. ഇപ്പോൾ ചന്തയിൽ നല്ല രീതിയിൽ വില ഉണ്ട്. ഇപ്പോൾ രാവിലെ നേരത്തെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ചന്ത തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വെയിൽ ചൂടാകുമ്പോൾ വില കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. നാട്ടിൻ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്ന ഏരിയയിൽ നല്ല തോതിൽ കച്ചവടം നടക്കുന്നുണ്ട്. കൂടുതലും കച്ചവടക്കാരാണ് ഇവിടുന്ന് പിടിയും വലിയും കൂടിയിട്ട് കച്ചവടം നടത്തുന്നത്. മറ്റ് ജില്ലകളിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മറ്റ് ചന്തകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ള കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. കൂടുതലും കച്ചവടക്കാരാണ് ഇവിടുന്ന് മേടിച്ചിട്ട് കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്ത് കൂടുതലായിട്ട് കർഷകർ നേരിട്ടിട്ടും വിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ വന്നാൽ കർഷകരുടെ അടുത്തുനിന്ന് നേരിട്ടിട്ട് കച്ചവടക്കാർക്ക് വാങ്ങിക്കാൻ കഴിയും. അതാണ് രാവിലെ നേരത്തെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ തിരക്ക് കാണുന്നത്. നാടൻ കന്നുകൾ ചെറുവണ്ടികളിലായിട്ട് ധാരാളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തൊരു 2-3 പശുക്കളെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിന് അത്യാവശ്യം പാലുണ്ടെന്ന് തോന്നുന്നുണ്ട്. പാലിങ്ങനെ ഡ്രോപ്പായിട്ട് ലീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ കറവയുള്ള പശുക്കളെയൊക്കെ ചന്തയുടെ മറ്റൊരു വശത്തേക്ക് മാറ്റി പിടിച്ചിട്ട് അവിടെയാണ് കച്ചവടം നടക്കുന്നത്. കറവ പശുക്കളെ മറ്റൊരു ഭാഗത്ത് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ. ഈ കാണുന്ന പശുവിന് ചെറിയ തോതിൽ പാല് ഡ്രോപ്പായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന പശുവിനൊക്കെ ഒരു 30 രൂപ 32 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഒരു 27, 26 ആ റേഞ്ചിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഓരോരോ കന്നുകാലി അല്ലെങ്കിൽ ഏത് കന്നുകാലിയാണെങ്കിൽ തന്നെ നമ്മൾ ബാർഗൻ ചെയ്തിട്ട് എടുക്കുന്നത് പോലെ ഇരിക്കും കന്നുകളുടെ വില നിലവാരം. അവർ ചോദിക്കുന്ന വില കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും. ഇവിടെ 2 കാളകളെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്.
ഈ കാണുന്ന കാളകൾക്കൊക്കെ അവർ ചോദിക്കുന്ന വില 85 രൂപ 90 രൂപ റേഞ്ചൊക്കെയാണ് 2 കന്നുകൾക്ക് അവർ ചോദിക്കുന്ന വില. അതേപോലെ തന്നെ ഇവിടെ ഒരു കന്നിനെ ഒറ്റയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കന്നിനെ അവർ ചോദിക്കുന്ന വില 55 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 40-42 ആ റേഞ്ചൊക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇറച്ചിക്കാനുണ്ട്, ഉയരല്ല എന്നുള്ളൂ, ഇറച്ചിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെ പിടിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. ചിലത് 1-2 നല്ല ക്വാളിറ്റി ഉണ്ട്. അറ്റത്ത് നിൽക്കുന്ന ചെറിയ കന്നുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നല്ല ചെളിയാണ്, അതുകൊണ്ട് കൂടുതൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ചന്തയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ തിരക്കുള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനിടയിലൂടെയൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഇതൊരു മുഷിപ്പാകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലെവലിലുള്ള വീഡിയോ ആണ് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. കച്ചവടക്കാരനെ മുഷിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് കന്നുകളെ പിടിച്ചിട്ടുണ്ട്. അതിൽ ആ കറുപ്പ് കാളക്ക് അവർ ചോദിക്കുന്ന വില 28 രൂപയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇവിടെ ഒരു കന്നിനെ മാറ്റി കെട്ടിയിട്ടുണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞതാണോ എന്ന് സംശയമുണ്ട്. ഇതിൻ്റെ അടുത്ത് ആളെ കാണുന്നില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കന്നുകാൽ വിൽക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അത് അവരുടെ കന്നല്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ കാഴ്ചപ്പാടിലൊരു 150-160 കിലോ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു കന്നാണ്. ഒരു 45-48 ആ റേഞ്ചൊക്കെ ചന്തയിൽ കൊടുക്കേണ്ടി വരും. ചന്തയിൽ ചോദിക്കുന്ന വില എന്തായാലും 60-65 ആ റേഞ്ചൊക്കെ എന്തായാലും ചോദിക്കും. 45-48 ആ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ ചന്തയുടെ ചൂട് നോക്കിയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ ആഴ്ചയിൽ ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ചത്തെ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. മറ്റ് കന്നുകാലികളെ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മടിക്കണ്ട. നമ്മൾ എല്ലാ ആഴ്ചയിലും വാണയംകുളത്തെയും കുഴൽമന്നത്തെയും ചന്തകളുടെ വീഡിയോ നമ്മളുടെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.